നാട്ടില് ഒരുമിച്ചുണ്ടാവുന്ന ടൈമില് ഭയങ്കര ചങ്കും കറലൊക്കെ ആയിരിക്കും. പെട്ടെന്നൊരു ദിവസം ഒരുത്തന് ഗൾഫൊക്കെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ആ ബന്ധങ്ങളൊക്കെ അവിടെ അവസാനിക്കുകയാണ്. അത് ചങ്ങായിമാരായിക്കോട്ടെ, കുടുംബക്കാരായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് ഒരു മെസ്സേജോ വിളിയോ ഇല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് ഇല്ലാത്തൊരവസ്ഥയാണ്. ഇവരൊക്കെ മൈൻഡിൽ എന്താന്ന് വെച്ചാൽ ഓൻ അവിടെ ഗൾഫില് കുറെ പൈസ ഉണ്ടാക്കാനിടയിൽ നമ്മളൊക്കെ മറന്നു പോവുകയാണെന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ തിരക്കിനൊക്കെ ഇടയിൽ ഒന്ന് സമയം ഉണ്ടാക്കി വിളിച്ചാലോ, ഇവർ ഭയങ്കര ബിസിയാവും. എടാ കുറച്ച് തിരക്കിലാണ്, ഇജ്ജ് പിന്നെ വിളിക്ക്, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കുന്നൊക്കെ ആവും. പിന്നെ ആ വിളിയും ഉണ്ടാവില്ല, മെസ്സേജും ഉണ്ടാവില്ല. ഇനി ഇതൊക്കെ പറഞ്ഞാലും ഇവര് നമുക്ക് വിളിക്കണി അല്ലെങ്കിൽ മെസ്സേജ് അയക്കണ ഒരു ടൈമുണ്ട്. എപ്പോഴാണെന്നറിയോ? ഇവർക്ക് എന്തെങ്കിലും പൈസക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ഇവരൊരു മെസ്സേജ് ഉണ്ടാവും. ഹലോ, അസ്സലാമു അലൈക്കും, എവിടെ മോനെ, എൻ്റെ ഒരു വിവരമില്ല, ഒന്നും എനിക്ക് മെസ്സേജ് അയക്കണം എന്ന് വിചാരിക്കടാ, പിന്നെ ഇങ്ങനെ മറന്നു പോകണാണ്, പിന്നെ എനിക്ക് അവിടെ സുഖം തന്നെ അല്ലേ. എന്നിട്ട് ഇവരൊരു പറച്ചിലുണ്ട്, എടാ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടോ, എൻ്റെയൊക്കെ ഒരു 5-10 എന്തെങ്കിലും ഉണ്ടാവോ പൈസ ആയിട്ട്, അടുത്ത മാസം തന്നെ തിരിച്ചു തരാമെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അവിടുന്ന് ഇവിടുന്ന് കടം വാങ്ങി ഇവർക്കണ്ട് അയച്ചു കൊടുക്കും. പിന്നെ വരെ ഒരു മെസ്സേജോ ഒരു വിളിയോ ആ പൈസയും കൂടി ഉണ്ടാവില്ല നാട്ടിലെത്തണ വരെ. ഈ പ്രവാസിയാവാന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, അവിടെ നിന്നിട്ട് കയറി പോന്നാൽ മതി. ഈ പ്രവാസിയായി ജീവിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സത്യമായിട്ടും ഒരു പ്രവാസിക്കേ മനസ്സിലാവുള്ളൂ.